ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു എഗ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ജീരകശാല അരി എടുത്തിട്ടുണ്ട്. അത് വെള്ളം തെളിഞ്ഞ് വരുന്നത് വരെ നന്നായിട്ട് കഴുകണം. അതിനുശേഷം 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് 10 മിനിറ്റിന് ശേഷം വെള്ളത്തിൽ നിന്ന് ഊറ്റിയിട്ട് ഒരു അരിപ്പയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് വേണ്ട 6 ഏലക്ക, 2 കഷ്ണം പട്ട, 5-6 ഗ്രാമ്പു, ഒരു ചെറിയ തക്കോല, ഒരു ബേ ലീഫ്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ സാജീരകം ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. 4 സവാള നേരിയതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് 3 തക്കാളിയാണ് എടുത്തത്, അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ചെറിയ കഷ്ണം ഇഞ്ചിയും 10-15 വെളുത്തുള്ളിയും 5-8 പച്ചമുളകും, മല്ലിയില, പുതിനയില ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാത്രം വെച്ചിട്ട് ചൂടായപ്പോൾ 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നപ്പോൾ കുറച്ച് കാഷ്യൂവും റേസിൻസും ഫ്രൈ ചെയ്ത് എടുക്കുകയാണ്. ഒരു സവാള നേരിയതായി കട്ട് ചെയ്തതുകൂടി ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുകയാണ്. ഇത് നമുക്ക് ബിരിയാണി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയാണ്. ഇതേ നെയ്യിൽ തന്നെ ആദ്യം എടുത്ത് വെച്ച സ്പൈസസ് ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് മൂത്ത് വന്നപ്പോൾ കഴുകി വെള്ളം വാർത്ത് വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് 12 ഗ്ലാസ് ചൂട് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നിളക്കി നന്നായി ഒന്ന് തിളച്ച് വന്നപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ എടുത്ത അരി 6 ഗ്ലാസ്സാണ്, അതുകൊണ്ടാണ് ഞാൻ 12 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തത്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ചോറ് വെന്ത് കിട്ടും. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും അടച്ച് വെക്കാം. ഇപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി ബിരിയാണിക്ക് വേണ്ട മസാല തയ്യാറാക്കണം. ഒരു പാത്രം അടുപ്പിൽ വെച്ച് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നപ്പോൾ കട്ട് ചെയ്ത് വെച്ച സവാളയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഞാൻ ഇതുപോലെയാണ് സവാള കട്ട് ചെയ്തത്. ഒരു സവാള 2ആയി മുറിച്ച് വീണ്ടും അതിനെ ഒന്നുകൂടി കട്ട് ചെയ്തിട്ടാണ് എടുത്തത്. സവാള വഴറ്റി കളറി മാറി വന്നപ്പോൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കുകയാണ്. സവാളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടി മുരിഞ്ഞ് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും 1 ടീസ്പൂൺ ബിരിയാണി മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി വഴറ്റി പൊടികളുടെ പച്ചമണം മാറ്റിയ ശേഷം കട്ട് ചെയ്ത് വെച്ച തക്കാളി കൂടി ചേർത്ത് തക്കാളി വെന്ത് വരുന്നത് വരെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. നമ്മൾ ഇതിൽ ചേർക്കുന്ന തക്കാളി നന്നായി വെന്തിട്ട് ഉടഞ്ഞ് വരണം. ഞാനിത് കുക്കറിൻ്റെ വിസിലിടാതെ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി വെന്ത് ഉടഞ്ഞ് വന്നപ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് ചേർത്ത ഉടനെ വേഗം തന്നെ ഇളക്കിയിട്ട് യോജിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകും. ഇത് നന്നായി മിക്സാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് മല്ലിയിലയും അതിൻ്റെ പകുതി പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് പുഴുങ്ങി വെച്ച മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. മുട്ട ഞാൻ ഇതിലേക്ക് ഒന്ന് വരഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മുട്ടയിൽ മസാല നന്നായിട്ട് പിടിക്കും. മുട്ട മസാലയിൽ ഒന്ന് പൊതിഞ്ഞ് വരുന്ന വിധത്തിൽ മസാല മുകളിലേക്കിട്ട് മുട്ട ഉടഞ്ഞു പോകാത്ത വിധത്തിൽ വേണം നമ്മളിത് യോജിപ്പിച്ചെടുക്കാൻ. ചോറും മസാലയും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ദമ്മിട്ടെടുത്താൽ മതി. ഞാൻ ഈ ചോറ് വെച്ച പാത്രത്തിൽ തന്നെയാണ് ദമ്മിടുന്നത്. കുറച്ച് ചോറ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അടിയിലുള്ള ചോറ് ഒന്ന് നന്നായി ഇളക്കിയിട്ട് റെഡിയാക്കി വെച്ച മസാല ചോറിൻ്റെ മുകളിലായി ഇട്ട് കൊടുക്കുകയാണ്.
മുട്ട പാത്രത്തിൻ്റെ നടുവിലാക്കി മസാല ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം. നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ മുട്ട ഉടഞ്ഞു പോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിലായി ബാക്കി ചോറിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്ത് വെച്ച സവാള, കാഷ്യൂ, റൈസിൻസ്, മല്ലിയില ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് മുകളിലായി കുറച്ച് ബിരിയാണി മസാല സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കൊടുത്ത് ആവി പുറത്ത് പോകാത്ത വിധത്തിൽ പാത്രം അടച്ച് വെച്ച് ചൂടായ പഴയ തവയിൽ വെച്ച് 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം ഫ്ലെയിം ഓഫാക്കി 15 മിനിറ്റിന് ശേഷം സെർവ് ചെയ്യാം. അരമണിക്കൂറിന് ശേഷം മുട്ട ഉടഞ്ഞു പോകാത്ത വിധത്തിൽ ചോറും മസാലയും ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് മസാല പാത്രത്തിലിട്ട് മുകളിലായി ചോറിട്ടിട്ട് സെർവ് ചെയ്യാം.